നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ റോമാ ലേഖന പഠന പരമ്പരയിലാണല്ലോ. ഇന്ന് നമുക്ക് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് ആ ഭാഗത്ത് നമുക്ക് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്കൊന്ന് ശബ്ദമുയർത്തി വായിക്കാം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമാലേഖനത്തിന്റെ ഒരു ഇൻട്രോഡക്ടറി ഭാഗത്ത് വരുന്ന 7 വാക്യങ്ങൾ നമ്മൾ ഇന്ന് വായിച്ചത്. ഈ ഭാഗത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ അപ്പോസ്തലൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യ ഭാഗം അപ്പോസ്തലൻ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ താൻ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് യേശു ക്രിസ്തുവിന്റെ ദാസനും സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും. ഡ്യൂലോസ് ആൻഡ് അപ്പോസ്തോലസ്. I am a slave of Christ. ഞാൻ യേശു ക്രിസ്തുവിന്റെ ഒരു അടിമയാ, അല്ലെങ്കിൽ ഒരു സ്ലേവാ, ദാസനാണ്. ഞാൻ ക്രിസ്തു തന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. ഞാൻ എന്റേതല്ല എന്നാണ് ആ വാക്യത്തിലൂടെ റോമാ സഭയോട് അപ്പോസ്തലൻ പറയുന്നത്. I am doulos. ഞാന് പർച്ചേസ് ചെയ്യപ്പെട്ടവൻ. അതാണ് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നുവല്ലോ. നാം ഓരോരുത്തരും 1 കൊരിന്ത്യർ ലേഖനം 6-ന്റെ 19-ാം വാക്യം നാം ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ്. ഹല്ലേലൂയ. കർത്താവ് തന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം. നമ്മുടേതല്ല എന്നാണ് ആ യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്ന പ്രയോഗത്തിലൂടെ അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. അതിനുശേഷം താൻ പറയുക, വിളിച്ച് വേർതിരിക്കപ്പെട്ട അപ്പോസ്തലൻ. താൻ പറയുക, ഞാൻ അപ്പോസ്തലനും ആണ്, ഞാൻ വേർതിരിച്ച് വിളിക്കപ്പെട്ടവനാണ്. എന്തിനു വേണ്ടി വേർതിരിച്ച് വിളിക്കപ്പെട്ടു? I am called out for gospel. നമ്മളെയും രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും നമ്മളെയും ഈ ഗോസ്പലിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലൻ 1-ന്റെ 14 പറയുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. So I am not ashamed of gospel. എന്തുകൊണ്ട് ashamed അല്ല? I am called out for that. ഞാൻ അതിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും അപ്പോസ്തലനായ പൗലോസ് തന്റെ വിളി പോലെ അല്ലെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തിന്റെ ഈ സത്യ സുവിശേഷം നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലൊക്കെ സാക്ഷ്യമാകേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്റെ പ്രിയരെ, തെറ്റ് ചെയ്യുന്നത് മാത്രമല്ല പാപം, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും പാപമാണ്. We are called out for gospel. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റും കാണുന്ന ഈ ജനങ്ങളിൽ പലർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സഹോദരന്മാർ,
ദൈവത്തിന്റെ മക്കൾ, പ്രിയ മക്കൾ, നിത്യതയുടെ അവകാശികൾ. ഹല്ലേലൂയ. ഇത് വളരെ വിലപ്പെട്ട ഒരു കോളാണ്. ഇതൊരു വിലപ്പെട്ട ഒരു മുത്താണ്. ഇത് മനസ്സിലാക്കി അപ്പോസ്തലൻ പറയുക, അല്ലെ, ഞാൻ കടപ്പെട്ടിരിക്കുന്നു, സുവിശേഷത്തിനായി ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഐ ആം എ ഡെറ്റർ ഗോസ്പൽ. അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവൻ. അപ്പൊ ഞാനത് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് റോമിലെ സഭയോട് അങ്ങനെ പറയുന്നു? that I have the mandate to tell you. നിങ്ങളുടെ ഇടയിൽ മറ്റ് അപ്പസ്തോലന്മാർ ഉണ്ടായിരിക്കാം. അപ്പോസ്തോലൻ അല്ലെങ്കിൽ ആ ശുശ്രൂഷ ഉള്ളവർ കാണുമായിരിക്കും, പ്രവാചകന്മാർ കാണുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് അവരെ പോലെയല്ല. ഞാൻ പറയുന്ന ഈ സുവിശേഷം, ഞാൻ ഈ പറയുന്ന എഴുതി നിങ്ങൾക്ക് അയച്ചു തരുന്ന ഈ ലേഖനം, ഇത് ദൈവ ശ്വാസീയമായ ദൈവത്തിന്റെ നിയോഗത്താൽ ദൈവം നമ്മോട് കൽപ്പിക്കുന്ന ഒന്ന എന്ന് വെച്ചാൽ, എൻ്റെ ആത്മീയ ജീവിതത്തെ നിങ്ങൾ തട്ടിച്ചു നോക്കേണ്ടത് നിങ്ങളുടെ സഭയിൽ പറയുന്ന അപ്പസ്തോലന്മാരോ പ്രവാചകന്മാരോ പറയുന്ന സഭയുടെ നിയമങ്ങളോ വെച്ചല്ല, ഞാൻ ഈ എഴുതി അറിയിക്കുന്ന ഉപദേശത്തിൽ വെച്ചായിരിക്കണം നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തട്ടിച്ചു നോക്കേണ്ടത്. കാരണം ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് റോമാലേഖനം ദൈവവചനത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തെ തട്ടിച്ചു നോക്കേണ്ടത് ഇതുമായിട്ടാണ്. ഹല്ലേലൂയ. ഇന്നും എൻ്റെ പ്രിയരെ, ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നും നമ്മുടെ ജീവിതത്തെ നാം വെയ് ചെയ്യേണ്ടത് ഈ വചനവുമായിട്ടാണ്. മറ്റു വ്യക്തികളുമായിട്ടോ മറ്റു വ്യക്തികളുടെ ഉപദേശങ്ങളായിട്ടോ ഏതെങ്കിലും സഭയുടെ പർട്ടിക്കുലർ ടീച്ചിങ്സോ ആയിട്ടില്ല. കാരണം നമ്മൾ നിത്യതയിൽ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മളെ ന്യായം വിധിക്കുന്നത് വചനത്താണ്. കർത്താവിന്റെ വരവിന് ശേഷം 2025 വർഷം കഴിഞ്ഞല്ലോ. എത്രയോ ഇസംസ് വന്നു, എത്രയോ പഠിപ്പിക്കലുകൾ വന്നു, എത്രയോ സഭകൾ ഉണ്ടായി, എത്രയോ ഉപദേശങ്ങൾ വന്നു, എല്ലാത്തിനും ചേഞ്ചസ് വന്നു അല്ലേ? പക്ഷെ എന്താ ഇതിന് മാത്രം ഒരു മാറ്റം വരാത്തത്? എന്താ? പിശാച് എവിടെയൊക്കെ കേറി കളിക്കുന്നു, എവിടെയൊക്കെ അവൻ വിളക്കങ്ങൾ തട്ടിക്കുന്നു. പക്ഷെ ഈ വചനത്തിന്റെ മേൽ പിശാച് തൊടുന്നില്ലല്ലോ. ഇതിന്റെ ഒരു പുള്ളിയോ ഒരു വള്ളി അങ്ങോട്ടോ മാറ്റാൻ ദൈവം സമ്മതിക്കത്തില്ലോ. കാരണം ഇതെന്നേക്കും നിലനിൽക്കുന്നതാണ്. അപ്പോസ്തലൻ പറയുക, ആ വചനത്തിന്റെ ഭാഗമാ ഞാൻ നിങ്ങളെ എഴുതിയിരിക്കുന്ന, അതിനായിട്ട് എനിക്ക് അപ്പസ്തോലത്വം കിട്ടിയിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് വിളിച്ചു വേർതിരിക്കപ്പെട്ട അപ്പസ്തോലനും എന്ന് പൗലോസ് പറഞ്ഞു. അല്ലാതെ താനൊരു അപ്പസ്തോലനാണ് എന്ന് കാണിക്കുവാനായിട്ടല്ല എന്ന് നാം അറിഞ്ഞിരിക്കണം. അതിനുശേഷം പൗലോസ് തന്നെ പരിചയപ്പെടുത്തി തന്റെ വിളിയെ കുറിച്ച് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചിരുന്നു. ഗലാത്യ ലേഖനത്തിൽ നിന്ന് തന്റെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചല്ല, താൻ തന്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ വിളിച്ചു വേർതിരിച്ചതാണ്. ഹല്ലേലൂയ. അതിനുശേഷം സുവിശേഷത്തെ കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. ഈ സുവിശേഷം എന്നുള്ളത് ഒരു മനുഷ്യന്റെയും ചിന്താഗതിയല്ല, എന്റെ തലയിൽ അല്ലെങ്കിൽ എന്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒന്നല്ല സുവിശേഷം. ഹല്ലേലൂയ. ഈ സുവിശേഷം നിങ്ങൾ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചാൽ, Paul, a servant of Jesus Christ, called to be an apostle, separated unto the gospel of God. ദൈവത്തിന്റെ ആ ഈ സുവിശേഷം, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുൻപേ കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം ദൈവത്തിന്റെ സുവിശേഷമാണ്. ഇതൊരു വ്യക്തിയുടെ ചിന്താഗതിയല്ല. This is the gospel of God എന്ന ആ ആദ്യ ഭാഗത്ത് പറയുന്നത്, നഷ്ടപ്പെട്ട പാപത്താൽ നഷ്ടപ്പെട്ട മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് ദൈവം
തന്റെ പുത്രനെ കാൽവരിയിൽ അനാദി മുതലേ തന്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന ദൈവത്തിന്റെ ആ മർമ്മത്തിന്റെ പൂർത്തീകരണമാണ് കാൽവരിയിൽ നമ്മൾ കാണുന്നത്. ഇത് ദൈവം തന്നെ രചിച്ചതും ദൈവം തന്നെ ഡിസൈൻ ചെയ്തതുമായി. ഇതൊരു മനുഷ്യന്റെയും ചിന്താഗതിയുള്ള കാര്യമാണ്. This is the gospel of God. അതായത് അതിനുശേഷം അപ്പോസ്തലൻ പറയുന്നത് എന്നിട്ട് പറയുക, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള സുവിശേഷം ഇതെങ്ങനെയാ ഇത് ആധാരമായിരിക്കുന്നത്? ഈ സുവിശേഷത്തിന് എന്താ ആധാരം? ആ വാക്യം, ഒന്നാമത്തെ വാക്യം നോക്കിയ, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പേ കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി. ഇത് ആരുടെയും ചിന്താഗതിയല്ല, മറിച്ച് ഇതിന്റെ ആധാരം വിശുദ്ധ ലിഖിതങ്ങളാണ്. ഈ സുവിശേഷത്തിന്റെ ആധാരം വിശുദ്ധ ലിഖിതങ്ങളാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമ പുസ്തക രേഖകളാണ് ഇതിന്റെ ആധാരം. എന്താ പറഞ്ഞത്? നമ്മുടെ കർത്താവിന് ദൈവത്തിനൊരു ഫൈൻ മോർണിംഗിൽ തോന്നിയ ഒരു ചിന്താഗതിയല്ല ഇത്. പഴയ നിയമ വിശുദ്ധന്മാർ വഴി താൻ ഭാഗമായി നമ്മളോട് അറിയിച്ചുകൊണ്ടിരുന്ന ആ സുവിശേഷം, അല്ലെങ്കിൽ ദൈവം ഒരുക്കുന്ന ആ രക്ഷാ പദ്ധതിയെ കുറിച്ച്, മാനവരാശിയോ അല്ലെങ്കിൽ മാനവരാശിയുടെ പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ആ കാൽവരി യാഗത്തെ കുറിച്ചുള്ള ആ ഗോസ്പൽ, ആ ഗുഡ് ന്യൂസ് വിശുദ്ധ ലിഖിതങ്ങളാൽ, വിശുദ്ധ രേഖകളാൽ അറ്റസ്റ്റഡ് ആണ്, സപ്പോർട്ടഡ് ആണ്. എന്നെ ഒരു കാര്യം ഈ സമയത്ത് നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുക. അതായത് നമ്മുടെ ക്രിസ്തീയ മാർഗത്തിന്റെ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഗോസ്പൽ അല്ലെ, കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമാക്കപ്പെട്ട കർത്താവ്. അപ്പോ ആ കാതലായ വിഷയത്തിന് ദൈവം ആധാരമാക്കിയിരിക്കുന്നത് വിശുദ്ധ രേഖകളാണ്, വിശുദ്ധ ലിഖിതങ്ങളാണ് എങ്കിൽ, അല്ലെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങളാലാണ് നമുക്ക് ഈ സുവിശേഷത്തെ ഉറപ്പിച്ചു കിട്ടിയിട്ടുള്ളതെങ്കിൽ, എന്റെ പ്രിയരെ, ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ആ ജീവിതത്തിന്റെ പ്രമാണം എന്നുള്ളത് ഈ വിശുദ്ധ രേഖകൾ മാത്രമാണ്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? മറ്റൊന്നും ആയിരിക്കരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ബിഗിനിങ്, രക്ഷിക്കപ്പെട്ട് നമ്മൾ ആ ജീവിതം ആരംഭിക്കുമ്പോൾ മുതൽ നമ്മുടെ മരണം വരെയുള്ള, ഹല്ലേലൂയ, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ പ്രമാണം വിശുദ്ധ രേഖകളായിരിക്കണം, ബൈബിൾ ആയിരിക്കണം, ദൈവവചനമായിരിക്കണം. ദൈവവചനം വെച്ച് വേണം നാം തട്ടിച്ചു നോക്കുവാൻ. ഹല്ലേലൂയ. നമ്മള് മനസ്സിലാക്കേണ്ടത്, ഈ ദൈവവചനത്തിന് പുറത്തുള്ള പഠിപ്പീരോ, ഈ ദൈവവചനത്തിന് പുറത്തുള്ള ഒരു വിടുതലോ, ഈ ദൈവവചനത്തിന് പുറത്തുള്ള ഒരു അനുഭവമോ, ഈ ദൈവവചനത്തിന് പുറത്തുള്ള ഒരു അത്ഭുതമോ, ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവം തന്റെ പുത്രനെ കാൽവരി ഒരുക്കാനായിട്ട് നമ്മുടെ രക്ഷാ പദ്ധതി ഒരുക്കുമ്പോൾ അതിനെ ആധാരമായി, അതിനെ തിരുവചനങ്ങളാൽ അവിടുന്ന് അറ്റസ്റ്റ് ചെയ്യുമ്പോൾ, എന്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തില് ഈ ദൈവവചന അടിസ്ഥാനത്തിലല്ലാത്ത ഒന്നും നാം എടുക്കരുത്. അതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇപ്പൊ ആരെങ്കിലും ഒരു അനുഭവം പറയുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു വിഷൻ ഉണ്ടായി, ഹല്ലേലൂയ, നമ്മൾ നോക്കണം അത് ദൈവവചന അടിസ്ഥാനത്തിലാണോ, ദൈവവചനം അതിന് ആധാരമായിട്ടുണ്ടോ? അതില്ല എങ്കിൽ നമ്മൾ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ഹല്ലേലൂയ. ചില സഭകളുടെ പഠിപ്പീരുകൾ നമ്മൾ നോക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം 5:39 വായിക്കുമ്പോൾ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്ന് പറയുന്നത്. 5-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 5:39. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. നമ്മള്
ആദ്യ നൂറ്റാണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പോസ്തലന്മാരെല്ലാം തിരുവചനത്താലാണ് സുവിശേഷത്തെ ഉറപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ പുതിയ നിയമം എഴുതപ്പെടുന്നതിന് മുൻപ് പഴയ നിയമ ലിഖിതങ്ങൾ, പഴയ നിയമ കോട്ട്സ് അല്ലെങ്കിൽ പഴയ നിയമത്താലാണ്, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രേഖകൾ വെച്ചാണ് അപ്പോസ്തലന്മാർ അതിനെ ഉറപ്പിക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15-ൽ പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം താൻ പ്രസംഗിക്കുമ്പോൾ താൻ 15-3 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. പത്രോസ് തന്റെ 1-ാം പ്രസംഗത്തിൽ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്താ പറയുന്നത്. അല്ലാതെ അവര് ബ്ലൈൻഡ് ആയിട്ട് പറയുകയല്ല. തിരുവഴുത്തുകളിൻ പ്രകാരം ഇങ്ങനെയൊക്കെയാണ്. താൻ പറയുന്ന കാര്യങ്ങളുടെ ആധാരം തിരുവഴുത്തുകളാണ്. അങ്ങനെയെങ്കിൽ പുതിയ നിയമസഭയുടെ അംഗങ്ങളായ നമ്മളുടെ ജീവിതത്തിന്റെ ആധാരം പുതിയ നിയമ തിരുവഴുത്തുകൾ പ്രധാനമായും, ഒപ്പം പഴയ നിയമ തിരുവഴുത്തുകളും അതായിരിക്കണം. ഹല്ലേലൂയ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും അവരുടെ ചിന്തകളിൽ തോന്നുന്ന അല്ലേ ആയിരിക്കില്ല. ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറയുന്നതല്ല, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ സുവിശേഷം. എന്നിട്ട് ആ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുക, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തു. ഈ സുവിശേഷം എന്താന്ന് പറയുക. വാട്ട് ഈസ് ഗോസ്പൽ? ദൈവത്തിന്റെ സുവിശേഷം. ബട്ട് വാട്ട് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗോഡ്? അതിന്റെ സം ആൻഡ് സബ്സ്റ്റൻസ് എന്താ ഈ ഗോസ്പലിന്റെ? ഒറ്റ വാക്കാണ് ഉപയോഗിക്കുന്നത്, ക്രിസ്തു, ക്രൈസ്റ്റ്. ഗോസ്പൽ ഒറ്റ വാക്കിൽ പോൾ പറഞ്ഞിരിക്കുക, ക്രൈസ്റ്റ്. See, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്നെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപേ കൂട്ടി അറിയിച്ച സുവിശേഷം. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, gospel, the substance, the total gist of gospel is crucified Christ. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. ക്രൂശില്ലാത്ത ക്രിസ്തുവും ക്രിസ്തു ഇല്ലാത്ത ക്രൂശുമല്ല. ഹല്ലേലൂയ. നമ്മളൊരു ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസത്തിലേക്ക് പലരെയും നമ്മൾ പല രീതിയിൽ നമ്മൾ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. ഈ ഗോസ്പൽ എന്ന് പറയുന്നത് സുവിശേഷത്താൽ നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നല്ല. ഹല്ലേലൂയ. നമ്മുടെ ഈ ലോകത്തിലെ അല്ലെ ഒരു ജസ്റ്റ് ലൈക്ക് എ ബിഗ് ബ്രദർ, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഇന്ന് അങ്ങനെയല്ലേ മാറിയിരിക്കുന്നത്. ഗോസ്പൽ നമ്മുടെ ഈ ജീവിതം ഒന്ന് ബെറ്റർ ആയിട്ട് പോകണം, സുഗമമായിട്ട് പോകണം. അതല്ല. ഗോസ്പൽ ഈസ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് ക്രൈസ്റ്റിനെ ലഭിക്കുന്നില്ലെങ്കിൽ ഈ ഗോസ്പൽ കൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്റ്റ് ഉരുവാകുന്നില്ല എങ്കിൽ ഗോസ്പൽ പ്രയോജനമില്ല. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് നേരെ തിരിച്ചപ്പോൾ. അതുകൊണ്ടല്ലേ പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ക്രിസ്തു ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മള് ഈ വേർപെട്ട സഭയിലേക്കൊക്കെ പലരും കടന്നു വരുന്നെങ്കിലും ഈ ക്രിസ്തു എന്ന ആ സബ്സ്റ്റൻസ് നമുക്ക് ആ സബ്സ്റ്റൻസിലേക്ക് നാം എത്തുന്നില്ല എങ്കിൽ ഈ യാത്ര കുറെ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. കുറെ കഴിയുമ്പോൾ നമ്മള് പിറകോട്ടായി പോകും. കർത്താവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിന്റെ മാധുര്യം അനുഭവിച്ച് അത് രുചിച്ച് നാം മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ നമുക്ക് പറയാൻ ബോറാ. ചിന്തിച്ചോണം, എനിക്ക് ആ ഒരു
ക്രിസ്തു എന്നിൽ ഉരുവായിട്ടുണ്ടോ? ഞാൻ ഗോസ്പലിനെ കുറിച്ച് അറിഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും. ശരിക്കും വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ഉള്ളങ്ങളിലുള്ള ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞാൽ നമുക്കറിയാം വീണ്ടും ജനിച്ചതാണോ എന്ന്. ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ മരിച്ച കർത്താവിനെ കാണാൻ പറയാൻ പറ്റുന്നു. വീണ്ടും ജനിച്ചതിൻ്റെ ഒരു മെഷറിംഗ് ടൂളാണ്. എപ്പോഴും ഇല്ല, ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ കർത്താവിനെ ഒന്ന് കാണാൻ, മരിച്ചാൽ കുഴപ്പമില്ല, കർത്താവിനെ കാണാമോ? അങ്ങനെ ഇടയ്ക്ക് തോന്നും, വല്ലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ രക്ഷയുടെ, അതായത് ദൈവത്തിന്റെ വിത്ത് ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രൂഫ്. അതാണ് പല മെഷറിംഗ് ടൂൾ ഉണ്ട്. അതാണ് യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം. നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് ഞാനിത് എഴുതുന്നത്. നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടതിനാ യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്, 20-ാം അധ്യായത്തിന് 31-ാം വാക്യം. നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടുണ്ടോ എന്നറിയാനാ ലേഖനം എഴുതി, 1-ാം ലേഖനം എഴുതിയിരിക്കുന്നു. ഞാൻ വീണ്ടും ജനിച്ചിട്ടുണ്ടോ എന്നറിയണമെന്ന് താല്പര്യമുള്ളവർ ആ ലേഖനം ഒന്ന് മനസ്സിൽ വായിച്ചു നോക്കും. എന്നിട്ട് സ്വയം ഒന്ന് തട്ടിച്ചു നോക്കും. അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇല്ലെങ്കിൽ വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോയിട്ട് അയച്ച് വീണ്ടും ജനന അനുഭവത്തിനായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പോ പോൾ പറയുക, എന്താണ് ഗോസ്പൽ? Gospel, the substance of gospel is Jesus Christ. Nothing else. എന്റെ ജീവിതത്തിൽ എന്ത് പറ്റിയാലും എനിക്ക് ക്രിസ്തുവിൽ ഇരിക്കണം, എനിക്ക് ക്രിസ്തുവിനെ നേടണം, എനിക്ക് everything is Christ. എന്നിട്ട് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ജീസസിനെ കുറിച്ച്, കർത്താവിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. 5-ാം വാക്യം ഒന്ന് വായിന്നെ. 5-ാം വാക്യം. ഈ വാക്യങ്ങള് ഈ മലയാളത്തിനേക്കാളും അല്പം കൂടെ ഈസിയാ ഇംഗ്ലീഷ് വായിച്ചു. അതിന്റെ ഓർഡർ കറക്റ്റാണ്. പക്ഷെ മലയാളത്തിൽ അത്ര കൃത്യമല്ല. അതിന്റെ ആദ്യത്തെ വാക്യം എത്ര വലുതാ. എന്നിട്ട് ആദ്യത്തെ വാക്യം വന്ന് നിൽക്കുന്നത് 4-ാം വാക്യത്തിന്റെ അവസാനമാണ്. 5-ാം വാക്യം നമ്മൾ ആ 4 വാക്യങ്ങൾ കണ്ടു കേട്ടോ. അതിനകത്ത് അപ്പസ്തോലനെ തന്നെ പരിചയപ്പെടുത്തി, തന്റെ വിളിയെ കുറിച്ച് പറഞ്ഞു, സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു, സുവിശേഷം എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ സുവിശേഷം കർത്താവാന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ ഒരു 2 നാമങ്ങളാണ്, 2 ടൈറ്റിൽസ് ആണ് പറയുന്നത്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്നും ജനിക്കുകയും മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്നും ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ. 1-ാമത്തെ ടൈറ്റിൽ ദാവീദിന്റെ സന്തതി, ദാവീദിന്റെ സന്തതി. 2-ാമത് ദൈവപുത്രൻ, ജഡപ്രകാരം ദാവീദിന്റെ സന്തതി. ഞാൻ പറഞ്ഞല്ലോ, ഗോസ്പൽ, ദ സബ്സ്റ്റൻസ് ഓഫ് ഗോസ്പൽ ഈസ് ജീസസ് ക്രൈസ്റ്റ്. എന്നിട്ട് പോള് റോമിലെ സഭയ്ക്ക് ഈ ജീസസ് ക്രൈസ്റ്റിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ആ ജീസസ് ക്രൈസ്റ്റിന്റെ 2 പദങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുക. ദാവീദിന്റെ പുത്രനും ദൈവപുത്രനും. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ പുത്രനും എന്ന് വെച്ചാൽ എന്താ? ജഡപ്രകാരം യഹൂദ ഗോത്രത്തില് ദാവീദിന്റെ സന്തതിയായ അബ്രഹാമിന്റെ വംശ പരമ്പരയിലാണ് കർത്താവ് വരുന്നത്. 2, ജഡത്തിലെ ബലഹീനതകൾ ആണ് കർത്താവ് വരുന്നത്. അല്ലേ? നമുക്കുണ്ടാവുന്നത് പോലെ വിശപ്പും ദാഹവും ക്ഷീണവും ഉറക്കവും വേദനയും കണ്ണുനീരും സന്തോഷവും എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിട്ട്, കംപ്ലീറ്റ് മാൻ ആൻഡ് കംപ്ലീറ്റ് ഗോഡ്. ആ ബലഹീനതകളിൽ കർത്താവ് ജനിച്ചു എന്ന് പൗലോസ് കാണിക്കുവാനായിട്ട് കൃത്യമായ ആ കർത്താവിനെ കുറിച്ചുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ പൗലോസ് വളരെ ബ്രിഡ്ജ്ഡ് ആയിട്ട് പോൾ റോമിലെ സഭയ്ക്ക് നൽകി. ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയായിട്ട്. നമുക്കും അങ്ങനെ ഒരു ജനനമുണ്ടല്ലേ? ജഡപ്രകാരം ഞാൻ ജോർജിന്റെ മകനായിട്ട് ജനിച്ചു.
നമുക്കും അങ്ങനെ, നമ്മൾ ഓരോരുത്തരും ജഡപ്രകാരം ജനിച്ചിട്ടുണ്ട്. പക്ഷേ മരിച്ചിട്ടുയർത്തെഴുന്നേൽപ്പില്ലേ, വിശുദ്ധിയുടെ ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണ്ണയിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ട് രണ്ടാമത് പറയുക, മരിച്ചിട്ടുയർത്തെഴുന്നേറ്റതിനാൽ വിശുദ്ധിയുടെ ആത്മാവ് പ്രകാരം. ഈ റോമാലേഖന പഠനം വലിയ രസകരമാകില്ല, കാരണം വളരെ കാതലായ സബ്സ്റ്റൻസുകൾ അതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ വാക്കുകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് അത്രയും രുചിക്ക് രസകരമായിട്ട് ഒരു ഹാർഡ് മീറ്റാണ്. ഓക്കെ, നമ്മൾ പാലായിരിക്കും കുടിച്ചോണ്ട്, ഇത് ശരിക്കും കട്ടിയായ ആഹാരമാണ്. കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരുന്നെങ്കിൽ ഇത് മനസ്സിലാക്കുകയും. രണ്ടാമത് കർത്താവ് പറയുക, മരിച്ചവരിൽ നിന്ന് മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്നും ശക്തിയോടെ നിർണ്ണയിക്കപ്പെടുകയും ചെയ്തു. എന്റെ പ്രിയരെ, ഇത് നമ്മുടെ ജീവിതത്തോടും കൂടെ ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കും ഒരു രണ്ടാം ജനനമുണ്ടല്ലേ. രക്ഷിക്കപ്പെട്ടവർ ഈ രണ്ടാം ജനനത്തിന്റെ ആദ്യ ഭാഗം കടന്നിരിക്കുകയാണ്. രണ്ടാം ഭാഗം എന്താ? ആദ്യ ഫലമാകുന്ന ആത്മാവിന്റെ വീണ്ടും ജനനം നടന്നില്ലേ? നമ്മുടെ വീണ്ടും ജനനത്തിൽ നമ്മുടെ ആത്മാവിന്റെ രൂപാന്തരം നടന്നു. ആത്മാവിലുള്ള വീണ്ടും ജനനം നടന്നു. പക്ഷേ നമ്മൾ ഈ ജഡത്തിൽ ആയിരിക്കുന്നത് കൊണ്ട് ആണ് നമുക്ക് ഈ കഷ്ടതകളൊക്കെ ഉള്ളത്. പക്ഷെ നമ്മുടെ മരണശേഷം നമുക്കൊരു പുനരുത്ഥാന ശരീരം ലഭിക്കുമില്ലേ? അന്നേരമാ നമ്മൾ പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പോൾ പറയുന്നത്, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് പോയാൽ മതി. കാരണം ഇത് അതുകൊണ്ടാണ് വേദനയില്ലാത്ത, കഷ്ടതയില്ലാത്ത, ദുഃഖമില്ലാത്ത ദേശത്തേക്ക് നമ്മൾ പോകും. ഹല്ലേലൂയ. അന്ന് നമുക്ക് വേദനയില്ല, കഷ്ടതയില്ല, ദുഃഖമില്ല. കാരണം അന്ന് നമ്മൾ രൂപാന്തരീകരണം പ്രാപിച്ച ഒരു ശരീരത്തിൽ ഇതൊന്നുമില്ലാത്ത ദേശത്തേക്കാണ് കർത്താവിനോട് കൂടെ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ അത് നമ്മളിൽ ഉണ്ടാകുന്ന രണ്ടാം ജനനമാണ്. അപ്പോസ്തലൻ പറയുന്നത്, രണ്ടാം ജനനം പ്രാപിച്ചവർക്ക് രണ്ട് മരണമില്ല, ഒരു മരണമേ ഉള്ളൂ. നമുക്ക് ആദ്യം നമ്മൾ ജഡപ്രകാരം നമ്മുടെ മാതാപിതാക്കന്മാരുടെ ജനിച്ചു. നമ്മൾ ഉയരങ്ങളിൽ നിന്നുള്ളൊരു ജനനം കൂടിയുണ്ട്. ആ ജനനം പ്രാപിച്ചവർക്ക് ഒരു വേർപാടേ ഉള്ളൂ, രണ്ടാമത്തെ വേർപാടില്ല. ഇല്ലെങ്കിൽ നമുക്ക് നിത്യമായ ഒരു വേർപാടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതവിടെ അപ്പോസ്തലൻ പറയുന്നത്, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കുക, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്നും ശക്തിയോടെ നിർണ്ണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചത്. അപ്പോൾ പറയുക, ഞാൻ ആയിരിക്കുന്നത് കൃപയാല, എനിക്ക് അപ്പസ്തോലത്വം ലഭിച്ചത് കൃപയാല, എനിക്ക് വിളി ലഭിച്ചത് കൃപയാല, സകലതും കൃപയാല. ഞാനൊരു അപ്പസ്തോലനായി ദൈവം എന്നെ തെരഞ്ഞെടുത്തത് കൃപയാല. എന്നിട്ട് പറയുക, എനിക്ക് ഈ ലഭിച്ച വിളിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തതയുണ്ട്. അതാണ് അവിടെ പറയുന്നത്. എന്നെ വിളിച്ചു വേർതിരിച്ചപ്പോൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിനനുസരണം മരണം. അതായത് കർത്താവിന്റെ കാൽവരി മരണം യഹൂദനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അവരോട് നേരത്തെ പറയുക, ആരെ? റോമിലെ സഭയോട് പറയുക. കാരണം റോമിലെ സഭയിൽ ഒരു ക്ലാഷ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? യഹൂദ വിശ്വാസികളും ജാതീയ വിശ്വാസികളും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ട്. അപ്പൊ അതിന് ആദ്യമേ തന്നെ പൗലോസ് അപ്പോസ്തലൻ ഇതിനെ കുറിച്ച് ഒരു ഹിന്റ് കൊടുക്കുകയാണ്. എന്നെ വിളിച്ചു വേർതിരിച്ചത് ജാതികളിലും മാനവരാശി മുഴുവനിലും വിശ്വാസത്തിന് അനുസരണം വരണം. എന്ത് വിശ്വാസത്തിന്? ഈ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് അനുസരണം വരുത്തണം. ആ ഒരു കോളും കൂടെ എനിക്ക് ലഭിച്ച ശുശ്രൂഷയിൽ, ഈ അപ്പസ്തോലത്വത്തിൽ അടങ്ങിയിട്ടുണ്ട്.
ഒരുപക്ഷെ മറ്റുള്ള അപ്പസ്തോലന്മാർ പോള് മിനിസ്ട്രി ചെയ്തതുപോലെ അല്ല ചെയ്തേക്കുന്നത്, അല്ലെ? അവർ യെരുശലേമിലും യഹൂദരുടെ ഇടയിലോ ശുശ്രൂഷിക്കുന്നത്. പോളാണ് ജാതികളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയത്. പോളാണ് ജാതികളുടെ അപ്പസ്തോലനായി മാറിയത്. പോളാണ് ജാതികളിൽ അനേകരെ ക്രിസ്തുവിനായിട്ട്, കർത്താവിനായിട്ട് നേടിയത്. അത് തന്റെ കോളിലുള്ള, തന്റെ വിളിയിലുള്ള, തന്റെ അയക്കപ്പെടലിലുള്ള, കൃപയാൽ തനിക്ക് ലഭിച്ച ഈ അയക്കപ്പെടലിലുള്ള ഒരു വ്യത്യസ്തതയാണ് എന്നവിടെ പോൾ എടുത്തു പറയുക. ഞാൻ സകല ജാതികളുടെയും ഇടയിൽ, ജാതികളും ഈ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. ജാതികളും ഈ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയ, നമ്മൾക്കൊക്കെ നമ്മളും ജാതികളല്ലേ? യഹൂദവംശത്തിൽ ജനിച്ചിരുന്നല്ലോ. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, അപ്പോസ്തലനായ പോൾ എത്ര ശക്തമായിട്ടാ യെരുശലേം കൗൺസിലിൽ ശക്തമായിട്ട് വാദിക്കുന്നത് നമുക്ക് വേണ്ടി. യഹൂദൻ പറഞ്ഞു, ഓക്കെ, എന്താ പറയാ, വിശ്വാസത്താൽ രക്ഷ, ജാതികളും രക്ഷിക്കപ്പെട്ടോട്ടെ, പക്ഷെ അത് യഹൂദനായിട്ട് വേണം, എന്നാലേ അത് ശരിയാവുള്ളൂ. പക്ഷെ അപ്പോസ്തലനായ പോൾ മാത്രം ആ ശക്തിയോടെ നോ, അങ്ങനെയല്ല എന്ന് പഠിപ്പിച്ചത്. പത്രോസ് പോലും ഇടയ്ക്ക് തെറ്റിപ്പോയി, ഇല്ലേ? കൊർന്നേലിയസിന്റെ ഭവനത്തിൽ പോയി ആഹാരം കഴിച്ചു അതിനുശേഷം തിരിച്ച് യെരുശലേമിൽ നിന്ന് ജനങ്ങൾ വന്നപ്പോൾ പന്തിയിൽ നിന്ന് മാറിയിരുന്നു. ആ ഭാഗത്ത് അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചറിയാം. അപ്പോസ്തലന്റെ ആ ഒരു ഡ്യുവൽ പ്ലേ കാണാൻ പറ്റും പത്രോസ്. പക്ഷെ പൗലോസ് ഇത്ര ശക്തമായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പറയുക, എനിക്ക് ഈ ജാതികളുടെ അടുക്കിലേക്ക് ഇറങ്ങി പോകുന്നതിനോ സുവിശേഷം അറിയിക്കുന്നതിനോ ഒരു പ്രശ്നവുമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ യഹൂദർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ യഹൂദന്മാരുടെ ഇടയിൽ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു യഹൂദൻ പോലും പറയുന്നത് ജാതികളും വന്നോട്ടെ, പക്ഷെ യഹൂദനായി പരിച്ഛേദന ഏറ്റിട്ട് എന്നാലേ. അതുകൊണ്ടാണല്ലോ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞത്, വിശ്വാസം കൊണ്ട് നിങ്ങൾ തുടങ്ങിയിട്ട് നിങ്ങൾ പ്രവൃത്തിയിൽ വന്നു നിൽക്കുന്നു. എന്താ അവിടെ പ്രവൃത്തി? അവർ പഠിപ്പിക്കുക, ഗലാത്യ സഭയിൽ പോയി അപ്പോസ്തലൻ വിശ്വാസത്താൽ രക്ഷയെ കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം ചില കള്ള സഹോദരന്മാർ അതിനകത്ത് നുഴഞ്ഞു കേട്ട് പറയാൻ പഠിപ്പിക്കുക, നോ 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 നോ, യുവർ സാൽവേഷൻ ഈസ് ഇൻകംപ്ലീറ്റ്. വൈ? പരിശോധനയും കൂടി വേണം. ഈ ഒരു കൺസേൺ നമുക്കും വേണം എൻ്റെ പ്രിയരെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന് ഉണ്ടായിരുന്നതുപോലെ ഈ ഒരു ആവേശവും ഈ ഒരു ബോധ്യവും ഈ ഒരു ആത്മീയ എരിവും ഒക്കെ നമുക്കും ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ജാതികളെ കുറിച്ച് അപ്പോസ്തലൻ എത്രത്തോളം എരിവായിരുന്നു നമുക്കുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. നമുക്ക് വേറൊരു മെഷർമെന്റ് പറയാം, വീണ്ടും ജനിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ഈ പുറത്തുള്ള ആൾക്കാരെ കാണുന്നില്ല, ഈ ഖത്തറികൾ കാണുന്നു, ബംഗ്ലാദേശികൾ കാണുന്നു, അവരെ കുറിച്ച് കാണുമ്പോൾ ഒരു ആത്മഭാരമുണ്ടോ? അവരെയൊക്കെ കാണുമ്പോൾ ഒരു ആത്മഭാരമുണ്ടോ? ദൈവം സൃഷ്ടിച്ച ജീവനുള്ള ദൈവമക്കളാണ്. ഇവരറിയുന്നില്ല ഇവരെങ്ങോട്ടാ പോകുന്നത്. കർത്താവേ, എനിക്ക് കിട്ടിയ പോലെ ഇവർക്കും ആ ഒരു കൃപ ലഭിക്കാനായിട്ട് ദൈവം അവരോടൊന്ന് ഇടപെടണമേ. എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുകയോ നമുക്ക് അങ്ങനെ ആത്മഭാരമുണ്ടോ? വീണ്ടും ജനിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ ആ പുത്തൻ യെരുശലേമിലേക്കുള്ള യാത്രയിലുള്ളവരാണെങ്കിൽ നമുക്ക്, ഞാൻ എപ്പോഴും എന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഇടയ്ക്ക് നിന്ന് തോന്നണം. ആ ഒരു ആത്മഭാരം. ദൈവത്തിന്റെ മക്കളല്ലേ. എനിക്ക് പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ മരണങ്ങൾ സംഭവിക്കുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അവർ മരിച്ചു വേർപെട്ടു പോയെന്നുള്ളതല്ല, ഇവർ പോയ സ്ഥലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര പെയിനാണ്. കാരണം ക്രിസ്തുവിലല്ല ഒരു വ്യക്തി മരിക്കുന്നതെങ്കിൽ ഈ വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാട് നാം ഇങ്ങോട്ട് പോകും നമുക്ക് കൃത്യമായിട്ട് അറിയാം.
ക്രിസ്തുവിലല്ല മരിക്കുന്നതെങ്കിൽ ഷുവർ ആയില്ലേ പ്രിയരെ? ഇത് തന്നെയാണ് ഈ അപ്പോസ്തലനായ പൗലോസിനെ പോലെ മറ്റ് അപ്പോസ്തലന്മാരും പ്രസംഗിച്ചത്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുകയും. ഹല്ലേലൂയ. ഈ സുവിശേഷത്തോടു കൂടി നമ്മൾ മറ്റൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രവൃത്തിയോ അല്ലെങ്കിൽ മറ്റ് പഠിപ്പീരുകളോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ ഗോസ്പൽ. സിമ്പിൾ ഗോസ്പൽ. ഡി.എൽ. മോഡി ഡി.എൽ. മോഡിയുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം. അദ്ദേഹം ആ തിയറി എല്ലാം പറഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഇല്ലുസ്ട്രേഷൻ പറയും, ഒരു ഉദാഹരണം പറയും. ആ ഉദാഹരണം മനസ്സിലാക്കുന്ന പുള്ളി പറഞ്ഞ കാര്യങ്ങൾ മൊത്തം നമുക്ക് മനസ്സിലാവും. മനസ്സിലായി? ആ ഒരു ചെറിയൊരു ഇല്ലുസ്ട്രേഷൻ ആയിരിക്കും. അത് നമ്മൾ കേട്ട് കഴിയുമ്പോൾ തന്നെ താൻ ഇത്രയും നേരം പ്രസംഗിച്ച മൊത്തം കാര്യം നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഡി.എൽ. മോഡി പ്രസംഗിച്ച ഒരു പ്രസംഗത്തിലൊരു ഉദാഹരണം ഞാൻ കേട്ടത് ഞാൻ നിങ്ങളോട് ശരി. പണ്ടൊരു വ്യക്തിയുണ്ടാണ്. പുള്ളി ഭയങ്കര ഒരു വലിയ കള്ളനായിരുന്നു ഒരു ഗ്രാമത്തിൽ. അവന് ഈ കള്ളൻ അവന്റെ കക്കൽ നിന്ന് എന്നാ വെച്ചാൽ അവൻ ഈ റെയിൽവേ ട്രാക്കിൽ പോയിട്ട് റെയിൽവേ ട്രാക്കിലെ നട്ടും ബോൾട്ടൊക്കെ ഊരിയെടുത്തു വിറ്റ്. അതാണ് അവൻ കട്ടുകൊണ്ടിരുന്നത്. അതാണ് അവന്റെ കള്ളം. അപ്പൊ ഒരിക്കലും ഈ ഗ്രാമത്തിലെ ആൾക്കാർ പറഞ്ഞു, ഇവനെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ നമുക്ക് പിടിച്ച് ഇവനെ ഒരു യൂണിവേഴ്സിറ്റി വിട്ട് പഠിപ്പിച്ച് ഇവന് ഇച്ചിരി വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകട്ടെ, അന്നേരം ഇവന്റെ ഇന്നത്തിന് മാറ്റം വരും. അങ്ങനെ ആ ജനങ്ങളെല്ലാം ഈ വ്യക്തിയെ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി പഠിപ്പിക്കാൻ കൊണ്ടുപോയി. അവൻ യൂണിവേഴ്സിറ്റി പഠനമൊക്കെ വന്ന് തിരിച്ച് ഗ്രാമത്തിൽ വന്നു. അപ്പൊ ഡി.എൽ. മോഡി അതിന് അവസാനം ചേർത്തുക. അതിനുശേഷം അവൻ നട്ടും ബോൾട്ടും കക്കുന്നതിന് പകരം ആ റെയിൽവേ ട്രാക്ക് തന്നെ കക്കാൻ തുടങ്ങി. അതേ പറഞ്ഞത് സുവിശേഷം അതിന്റെ കൂടെ വേറെ ഒന്നും ചേർക്കണ്ട. നമ്മള് സിമ്പിൾ ആയിട്ട് ഗോസ്പൽ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അപ്പോസ്തലൻ സാധാരണ ആൾക്കാരുടെ അടുക്കൽ നിൽക്കുമ്പോഴും വലിയ ജ്ഞാനവും അറിവുമുള്ള ആൾക്കാരുടെ അടുക്കൽ നിൽക്കുമ്പോഴും the same very old story of Jesus Christ on the cross on Calvary. ഇത് തന്നെയാണ്. അഗ്രിപ്പാ രാജാവ് പറയുക, Paul, your great learning leads you, make you insane. നിന്റെ വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്താണ് പറഞ്ഞു പോകുന്നത്. കാരണം ജീവൻ വ്യാപരിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഇവിടെ അനുസിസ്റ്റർ സഹോദരനോട് ഞാൻ പറയുന്നത് നിർത്തി. കാരണം നമ്മുടെ ലോജിക്കൽ ആർഗ്യുമെന്റ്സ് കൊണ്ടോ ഒന്നും ഇത് നടക്കില്ല. ഇത് ദൈവം ഇടപെട്ട് ജീവനുള്ള ദൈവത്തിന്റെ വചനം ഈ വ്യക്തിയുടെ ഉള്ളിൽ വിത്തായി വീണ് അത് ഫലം പുറപ്പെടുച്ചെങ്കിലേ വരാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും കുറേയൊക്കെ. അത് കഴിയുമ്പോൾ അങ്ങനെ വരുന്നവർ കൂടുതലായി ഇപ്പൊ ചർച്ച ചെയ്ത്, അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ വിട്ടുവെച്ച് പോകുന്നത്. എന്നിട്ട് ഇവര് നേരെ വിപരീതമായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാകും. ഇവിടെ ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിനനുസരണം വരുത്തേണ്ടത്. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? വിശ്വാസത്തിന് അനുസരണം വരണം. രക്ഷ വിശ്വാസത്താൽ. സാൽവേഷൻ ബൈ ഫെയ്ത്ത്. ഹല്ലേലൂയ. അല്ലാതെ രക്ഷ പ്രവൃത്തിയാൽ അല്ല. ഒരു പ്രവൃത്തിയാലും ഒരു ജഡവും ദൈവത്തിന്റെ മുൻപിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് രക്ഷ വിശ്വാസത്താൽ. പക്ഷേ ഈ വിശ്വാസം വെളിപ്പെടേണ്ടത് അനുസരണത്തിലൂടെയാണ്. വിശ്വാസത്തിന്റെ അനുസരണം. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? അബ്രഹാമിനെ കുറിച്ച് എബ്രായ ലേഖനം 11:8 പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്
എബ്രായ ലേഖനം അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് ആ. യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. അനുസരണം, തന്റെ വിളിയിൽ ഉള്ള അനുസരണം. കാരണം നമ്മുടെ വിശ്വാസം നാം തെളിയിക്കേണ്ടത് അനുസരണത്തിലൂടെ. അബ്രഹാം തന്റെ വിശ്വാസം തെളിയിച്ചത് അനുസരണത്തിലൂടെയാണ്. താൻ എങ്ങോട്ട് അയക്കപ്പെടുന്നു എന്നറിയാതെ കേട്ട് ദൈവത്തിന്റെ അരുളപ്പാടിനെ വിശ്വസിച്ച് അതിനേൽപ്പിച്ചു കൊടുത്തു താൻ പുറപ്പെട്ടു. നോഹ ദൈവം ഒരു കാര്യം പറഞ്ഞപ്പോൾ, താൻ ഒരു നാളും കണ്ടിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ദൈവം ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു, അതനുസരിച്ചു, അതിന്റെ പ്രവർത്തികളെ തുടങ്ങി. ഒരു പെട്ടകം പണി തുടങ്ങി. രക്ഷവിശ്വാസത്താലല്ല, രക്ഷപ്രവർത്തിയാലല്ല, രക്ഷവിശ്വാസത്താല. പക്ഷേ ഈ വിശ്വാസത്തെ നാം തെളിയിക്കുന്നത് അതിന് അനുസരണത്തിലൂടെ, അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അല്ലാതെ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുക മാത്രം പോരാ. ഞാൻ എന്ത് വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ടല്ല നമ്മൾ കർത്താവിനെ കർത്താവേ എന്ന് വിളിക്കുന്നത്. എന്താ? യു മൈ ലോർഡ്. ലോർഡ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? കർത്താവ്. നമ്മൾ പണ്ട് ഇല്ലേ, whatever you see I am ready to do. അല്ലേ? ആണ് ലോർഡ് എന്നുള്ള കർത്താവ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ രക്ഷ, വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ, അതിന് നമ്മളെ പൂർണ്ണമായിട്ട് അബ്സല്യൂട്ട് സറണ്ടർ വേണം. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് നമുക്ക് ഇല്ലാത്തതില്ല, സറണ്ടർ ഇല്ല. നമ്മള് ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണമല്ല, വേറൊരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞാല്, ഈ ശരിക്കും ജീവിതത്തിൽ വിനയമുള്ള വ്യക്തിയാണ്. ഹംബിൾ ആയിട്ടുള്ള വ്യക്തി. അയ്യോ, ഞാൻ കുനിഞ്ഞു നിന്ന് അതൊന്നുമല്ല. ശരിക്കും ഒരു ക്രിസ്തീയ, ഒരു രക്ഷിക്കപ്പെട്ട ഹംബിൾ ആയിട്ടുള്ള വ്യക്തിയെ വചനത്തിന്റെ മുൻപിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ bend me O Lord, bend me O Lord. എന്നെ ഒന്ന് വളയ്ക്കണമേ കർത്താവേ. ദൈവ തിരുവചനത്തിന്റെ മുൻപിൽ എന്നെ ഒന്ന് വളയ്ക്കണമേ. അവനാ ശരിക്കും വിനയമുള്ളവൻ. ദൈവവചനത്തിന്റെ മുൻപിൽ ആ വചനത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നവനാ വിനയമുള്ളവൻ. ഹല്ലേലൂയ. നാം ചിന്തിച്ചോണം, ഈ വിശ്വാസത്തിന്റെ അനുസരണം എന്റെ ജീവിതത്തിലുണ്ടോ? എന്റെ ജീവിതത്തിൽ അതിന് അനുസരണമുണ്ടെങ്കിൽ എന്റെ പ്രവൃത്തിയില്, എന്റെ സംസാരത്തില്, എന്റെ ജീവിതത്തില് അവന്റെ നാമം മഹത്വപ്പെടും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പോൾ പറയുന്നത് എന്താ? അതിന്റെ 6-ാം വാക്യം, ഞങ്ങൾ അവന്റെ നാമത്തിനായി, ആരുടെ? കർത്താവിന്റെ നാമത്തിനായി വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്, സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വവും. ഈ എന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ അനുസരണം ഇല്ല എങ്കിൽ, ഞാൻ എന്റെ ഈ വചനത്തിന്റെ മുൻപിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ, കർത്താവുമായിട്ടുള്ള അബ്സല്യൂട്ട് സറണ്ടറിലേക്ക്, ആ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് കർത്താവിനെ എന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ എന്റെ ജീവിതത്തിലൂടെ അവന്റെ നാമം മഹത്വപ്പെടത്തില്ല. ഹല്ലേലൂയ. കർത്താവിനെ ഈ പൗള് ഈ ശുശ്രൂഷകളും ഈ ലേഖനവും ഒക്കെ എഴുതാനായിട്ട് പോളിനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഞാൻ പറഞ്ഞ നേരത്തെ, മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തു. അപ്പോ ഏത് വിധേനയും കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുന്നു. അതാ പോളിന്റെ ഒരേ ഒരു ആഗ്രഹം. കാരണം രക്ഷ ആ നാമത്താലാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കാ രക്ഷ. അവർക്കേ ഉള്ളു രക്ഷ. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് എന്താ? കാര്യസ്ഥൻ വരുമ്പോൾ അവൻ എന്നിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരും. അവനും എന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയരെ,
ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ആകത്തുകയും എൻ്റെ പ്രിയരെ നമ്മൾ ശരിക്കും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് ജീവിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും അതെൻ്റെ ചിന്തകളിൽ പോലും കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടും. ഒരുപക്ഷെ മറ്റുള്ളവരൊന്നും കാണുന്നില്ലായിരിക്കും, പക്ഷെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. രണ്ടുപേരുണ്ട്. ഒന്ന് നമ്മുടെ കർത്താവും, രണ്ട് മറ്റവനും. അവന് ഇത് ഈ മൂന്ന് പേരും നമ്മൾ എവിടെ ആയിരുന്നാലും, ഒരുപക്ഷെ നമ്മുടെ കുടുംബം ഇല്ലായിരിക്കും, ഭർത്താവില്ലായിരിക്കും, ഭാര്യ ഇല്ലായിരിക്കും, അപ്പനില്ലായിരിക്കും, അമ്മയിലും മക്കളില്ലായിരിക്കും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വകാര്യതയിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മൂന്ന് പേര് നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നു, കർത്താവ് കാണുന്നു, ദുഷ്ടനും പിശാചും കാണുന്നു. So we shouldn't give an opportunity for the Satan to blame. Put our Christ head down through our life. Hallelujah. അതൊരിക്കലും ഉണ്ടാവരുത്. അതുകൊണ്ടാ പറഞ്ഞത്, നമ്മുടെ ചർച്ച് ലൈഫ്, നമ്മുടെ പബ്ലിക് ലൈഫ് അല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ പേഴ്സണൽ ലൈഫിലോട്ടാണ് നോക്കുന്നത്. നമ്മുടെ പ്രൈവറ്റ് ലൈഫ് എങ്ങനെയുണ്ട്? നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പബ്ലിക് ഓക്കെ ആണ്. പബ്ലിക് ഓക്കെ. കുടുംബജീവിതം ഓക്കെ ആണെങ്കിൽ സഭാജീവിതം വെരി വെരി ഓക്കെ. കുടുംബജീവിതത്തില് ക്രമക്കേടും താറുമാറുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് സഭാജീവിതത്തിലും ക്രിസ്തുവിന്റെ ശരീരമാവുന്ന സഭയില് നമ്മൾ ഓരോ അംഗങ്ങളാണ്. പക്ഷെ നമ്മുടെ പാർട്ട് നമ്മൾ പ്ലേ ചെയ്യാം. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ശോധന ചെയ്തിട്ട് വേണം ഇത് ഭക്ഷിക്കുവാനായിട്ട്. കാരണം എന്നെ വിളിച്ച് വേർതിരിച്ചപ്പോൾ, എന്നെ IPC അല്ലെങ്കിൽ ഷാരോൺ AG-യിലേക്കല്ല കൊണ്ടുവന്ന ദൈവം കൊണ്ടുവന്നത്. എന്നെ കൊണ്ടുവന്നത് ക്രിസ്തു തലയായി ശരീരമാകുന്ന സഭ, മണവാട്ടി സഭ, അങ്ങോട്ടേക്കുണ്ട്. നമ്മുടെ ഒരു ലോക്കൽ ചർച്ചിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ സഭയാവുന്ന ആ ശരീരത്തിലെ ഒരു അവയവമാണ് ഞാൻ. എനിക്കൊരു പാർട്ട് ദൈവം പ്ലേ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ശരിക്കും പ്ലേ ചെയ്തിട്ടുണ്ടോ എന്ന് ശോധന ചെയ്യണം. എന്നിട്ട് ഇതെടുത്ത് കഴിക്കാവുള്ളൂ. അതിൻ്റെ ഒരു ആംഗിളിലുള്ള അർത്ഥമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് തന്നെ കേൾപ്പിക്കപ്പെട്ട ഈ വചനത്തിന്റെ മുൻപിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ആ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചു തീർക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ കുറിച്ച്, അവന്റെ നാമത്തെക്കുറിച്ച്, തന്റെ ശുശ്രൂഷയെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച് ഒക്കെ അപ്പോസ്തലൻ നമ്മളോട് അറിയിക്കുമ്പോൾ നമുക്കും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ അനുസരണം ഉണ്ടാകേണ്ടതിന് അബ്രഹാം, പഴയ വിശുദ്ധന്മാർ, കർത്താവ് അവരെ വിശ്വസിച്ചേൽപ്പിച്ചു കൊടുത്തു. അതിന് അനുസരണം അവരുടെ ജീവിതത്തിലൂടെ അവർ തെളിയിച്ചു. അതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന കർത്താവിനോടുള്ള അനുസരണം തെളിയിക്കാം. നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെയൊക്കെ കർത്താവിന്റെ നാമം എപ്പോഴും മഹത്വപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.